ആറാമത്തെ ഏതാ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ പറഞ്ഞു? ആറാം അധ്യായത്തില് 17-ാമത്തെ. യെസ്, ചൊല്ലു. യുക്താഹാര വിഹാരസ്യ. എന്താ യുക്താഹാരം? യുക്തമായ ആഹാരം. എന്താ യുക്തം? ആവശ്യത്തിനുള്ളത്. നമ്മുടെ ഏറ്റവും നല്ല, നേരത്തെ പറഞ്ഞല്ലോ, ഏകഭുക്തം മഹായോഗി ദ്വിഭുക്തം. ഭോഗം ഉള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കഴിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതല്ല കഴിക്കുന്നത്. എപ്പോഴും നമ്മുടെ ആവശ്യത്തിലധികം കഴിക്കുന്നവരാണ് നമ്മൾ. എല്ലാ മൃഗങ്ങളും കൃത്യമായിട്ട് ആവശ്യമുള്ളതേ കഴിക്കുള്ളൂ. എക്സ്ട്രാ കഴിക്കുന്നവരാരാ? മനുഷ്യന്മാരാ. എത്ര കഴിക്കാവൂ? അർദ്ധപൂരതയെ തന്നം എന്നാണ്. ഹാഫ് ടമ്മി മാത്രമേ കഴിക്കാവൂ. തദർത്ഥം വാരിണം തഥാ. ബാക്കി ഭാഗം വെള്ളം വേണം. അപ്പൊ എത്രേ? തദർത്ഥം, അതിന്റെ ബാക്കി എന്നാണ്, പാതി എന്നാണ്. അപ്പൊ എത്രേ? കാൽഭാഗം. മുക്കാലേ ഫില്ലായിട്ടുള്ളൂ. ബാക്കി കാഭാഗോ ഫ്രീ ആയിട്ടുള്ളൂ. നമ്മുടെ വെറ്റ് ഗ്രൈൻഡറാണ്. വെറ്റ് ഗ്രൈൻഡറിൽ മിക്സ് ചെയ്യുമ്പോൾ, രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം പുറത്തേക്ക്. ഭക്ഷണം കഴിക്കാൻ കുഴപ്പമുണ്ടല്ലോ, കഴിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് വയറ് ഫുള്ളാകുന്നത്. എന്താ കാരണം? വെറ്റ് ഗ്രൈൻഡർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ എന്തേ കഴിക്കാവൂ? 10 ഇഡ്ഡലി കഴിക്കാൻ പറ്റും തോന്നി എത്ര കഴിക്കാവൂ? 5. ഇനി നാളെ ഒരു 20 കഴിക്കണം എന്ന് വിചാരിക്കരുത്. എന്നിട്ട് 10 കഴിക്കാമല്ലോ. അല്ലേ? യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു. ഏത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? മിതമായിട്ട് ചെയ്യണം എല്ലാ പണിയും. അതിവ്യായാമ മതക്കാസോ ജ്വര ഛർദിശ്ച ജായതേ എന്നാണ്. അതിവ്യായാമം ചെയ്ത്. എന്താണ് അതിവ്യായാമം? എനിക്ക് പറ്റാത്ത പണി ഞാൻ ചെയ്യരുത്. അതാണ്. ഇന്നതാണ് അതിവ്യായാമം എന്നൊന്നുമില്ല. എനിക്ക് പറ്റാത്തതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ചിലർക്കത് പറ്റുമായിരിക്കും, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. യുക്ത സ്വപ്നാവബോധസ്യ. ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും ഒക്കെ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ് സ്വപ്നം. അപ്പൊ യുക്തമാവണം. അതെങ്ങനെയാവുക? ആഗ്രഹങ്ങൾ അധികം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആഗ്രഹങ്ങളാണ്. അതിൽ കുറച്ചൊരു മിതം ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ സാത്വികമായിട്ടുള്ള 3 വേദങ്ങളും ആഗ്രഹങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്ര വേദമുണ്ട്? 4-ാമത്തേത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തേത് എന്ന് പറയുന്നത്, അതാണ് ആദ്യം. പിന്നെയാണ് സാമവും യജുർ. പിന്നെ അഥർവവേദം, ഋഗ്വേദവും യജുർവേദവും സാമവേദവും സാത്വികമാണ്. അഥർവവേദം ആഗ്രഹങ്ങളുടെ വേദങ്ങളാണ്. എനിക്ക് പണക്കാരനായാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളവരെങ്ങനെ വലിച്ച് താഴത്തിടുന്നുള്ളതാണ്. യോഗോ ഭവതി ദുഃഖാഹ. ഇതൊന്നും കൃത്യമായിട്ടില്ലെങ്കിൽ യോഗം എന്തായിട്ട് മാറും? ദുഃഖമായിട്ട് മാറും. ഇതൊക്കെ വല്ലാണ്ട് ചേർന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതിനേക്കാളും പ്രാധാന്യമുള്ള ശ്ലോകം നിങ്ങൾ വിട്ടു. 6-5 നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നതാ. അതെ, ഏറ്റവും പ്രാധാന്യമുള്ളത്. നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6-5-ാമത്തേതാണ് എന്ത്? ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയത് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രുപുരാത്മന. ചിലര് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഓരോ ശ്ലോകങ്ങളുടെയും ഗുണമെന്താണ്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ശൗച്യം, ഭക്ഷണത്തിന്റെ രൂപങ്ങൾ. 5-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താ? 5-6 ഇപ്പോ 5ന്റെ എന്താ? സന്യാസം. ഇപ്പൊ എന്താണ്? ധ്യാനം, ശ്രദ്ധ എന്നുള്ളതാണ്. ആത്മസംയമന യോഗം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. ചിലതിൽ ആത്മസംയമന യോഗം എന്ന് എഴുതുക. അതിന്റെ സിമ്പിൾ വാക്കെന്താണ്?
ധ്യാനയോഗം എന്ന് എഴുതിയാൽ മതി. ആത്മസംയമനം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം. ധാരണ എന്ന് പറഞ്ഞാൽ ഫോക്കസ്. യമ നോൺ വയലൻസ്, നിയമ ഡിസിപ്ലിൻ. യമ നിയമ ആസന നമ്മുടെ സാധാരണ എക്സർസൈസ്. യമ നിയമ ആസന പ്രാണായാമ ബ്രീത്തിങ് എക്സർസൈസ്. പ്രത്യാഹാരം, പ്രതി ആഹാരം ഇന്ദ്രിയങ്ങളാണ്. അതിനെ ഒന്ന് നിയന്ത്രിക്കലല്ല, അതിൻ്റെ വഴിക്കങ്ങോട്ട് വിടുക. നിയന്ത്രിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അതിൻ്റെ വഴിക്കങ്ങോട്ട് വിടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധാരണയിലെത്തുക. ഏതാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? അപ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ വർക്ക് ചെയ്യണ്ടാവും. മനസ്സിലാവുണ്ടോ? നമ്മുടെയൊക്കെ ധാരണ എന്താണ്? എല്ലാത്തിനെയും നിയന്ത്രിക്കണം എന്നാണ്. നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പോയി. നിയന്ത്രിക്കാൻ നോക്കുമ്പോൾ അത് തന്നെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് വിടുക. എന്നിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ ധാരണ വരും. ആ ധാരണയിലിരിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതും കാണുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ഇങ്ങോട്ട് കയറില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. മുമ്പിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിലും കാണില്ല. എൻ്റെ എവിടെയോ ആണ്, ഞാൻ ഏതോ ലോകത്താണ്. പിന്നെ എത്തുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആത്മസംയമന യോഗം എന്ന് പറഞ്ഞാൽ എന്ത് യോഗമാണ്? ധ്യാനം. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നതാണ് സമാധി. അവിടെ എത്തിപ്പെടുന്നതാണ്. അതാർക്കും ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എന്തുവരെ പഠിപ്പിക്കാം? ധ്യാനം വരെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഇതിനകത്തൊരു യോഗം കൂടി ഉണ്ടായതിന്. സമാധി യോഗം എന്ന് പറഞ്ഞൊരു യോഗം ബുക്കുണ്ടോ? സമാധിസ്ഥസ്യ ലക്ഷണം എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇത് ലക്ഷണമാണ് അയാളുടെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് സമാധി യോഗം ആര് പഠിപ്പിച്ചിട്ടില്ല? ഭഗവാൻ കൃഷ്ണൻ പോലും പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചു നടക്കുന്നത് എന്താണ്? സമാധി അല്ല എന്നുള്ള ഭാഗ്യം. മെഡിറ്റേഷൻ എന്ന് പേരിട്ടുണ്ട്. മെഡിറ്റേഷൻ ആണ് സമാധി. ആ യോഗത്തിന്റെ അൾട്ടിമേറ്റ് ആണ് സമാധി. ആ സമാധിയിൽ നമ്മൾ എത്തിപ്പെടേണ്ടതാണ്. US പോയിട്ടൊരു സ്ഥലത്ത് മെഡിറ്റേഷൻ സെന്റർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്യില്ല. വരാം, നിങ്ങൾ ധ്യാനം സെന്റർ എന്ന് പേരിട്ടാൽ ഞാൻ വരാം. ധ്യാന കേന്ദ്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും കൂടി മെഡിറ്റേഷന് പോയി. അപ്പം തന്നെ ഇത് പൊളിയാന്ന് മനസ്സിലാവും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ബാക്കിയിൽ നിന്നൊക്കെ വിട്ടിട്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെ പോലും ഞാൻ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അല്ലേ? അപ്പം പിന്നെ എൻ്റെ ഭാര്യയും ഞാനും എങ്ങനെയാണ് മെഡിറ്റേഷനിൽ കൂടി ഇരിക്കുക? യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഗ്രൂപ്പ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് പ്രോഗ്രാം നടത്തുന്ന ആൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പറ്റിക്കുന്നതാണ്, നമ്മൾ അറിയണം. മെഡിറ്റേഷൻ കനോട്ട് ബി ഇൻ ഗ്രൂപ്പ്. മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ കയറുന്നത് ഇറങ്ങുന്നതൊന്നും നമ്മൾ അറിയരുത്. ആ അവസ്ഥയിലല്ലേ? സമയം നോക്കിയിട്ടാണോ മെഡിറ്റേഷൻ? ഞാൻ 5 മിനിറ്റ് മെഡിറ്റേഷൻ, 30 മിനിറ്റ് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് കേട്ടോ. എന്ത് മെഡിറ്റേഷൻ ക്ലാസ്? ഇതൊക്കെ തട്ടിപ്പാ. ഈ പഠിപ്പിക്കുന്നവന് ബോധമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. 5 മിനിറ്റിന്റെ സുഖത്തിന്റെ ക്ലാസ് ഞാൻ തരാം, പറ്റുമാർക്കും. എന്നിട്ട് എപ്പോ നിങ്ങൾക്ക് ഏറ്റവും ദുഃഖമുള്ള സമയത്ത് ഇങ്ങോട്ട് വരിക, എന്നിട്ട് 10 മിനിറ്റ് സുഖിച്ചിട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ പറ്റുമാർക്കെങ്കിലും? ഈ ദുഃഖം പെട്ടെന്ന് നിർത്തിയിട്ട് ക്ലാസ് കയറിയിട്ട് പറ്റില്ല. നമുക്ക് എന്തേ പറ്റുള്ളൂ? ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. എന്തിനു പറ്റും? നിങ്ങൾക്ക് സിനിമയാണ് ഇഷ്ടമെങ്കിൽ സിനിമക്ക് പോയാൽ നിങ്ങൾ മറന്നുപോകും. നല്ല തലവേദനയുള്ള വയറുവേദനയുള്ള ഒരാൾ ഏതെങ്കിലും സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയാറുണ്ടോ? ഇല്ല, അത് മറന്നുപോകും. ചിലർ കുക്കിംഗ് ആണ്, നല്ല ടെൻഷൻ വരുമ്പോൾ കുക്കിംഗ് ആണ്. ചിലർ ടെൻഷൻ വരുമ്പോൾ വണ്ടി ഓടിക്കും. ചിലർ ടെൻഷൻ വരുമ്പോൾ കണ്ടില്ലേ ചില സിനിമയിലൊക്കെ ടെൻഷൻ വരുമ്പോൾ അയാൾ ചെണ്ട ഓട്ടുന്നുണ്ട്. അതാണ്, ഇതൊക്കെ മെഡിറ്റേഷൻസ് ആണ്. ഇതൊക്കെ മെഡിറ്റേഷൻസ് ആണ്. പക്ഷെ എനിക്കും എൻ്റെ തൊട്ടടുത്ത ബന്ധുവിനും ഒരേ കാര്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ ഇഷ്ടം വേറെയാണ്, വേറൊരാളുടെ ഇഷ്ടം വേറെയാണ്. എനിക്ക് കുക്കിംഗ് ആയിരിക്കും എൻ്റെ മെഡിറ്റേഷൻ, മറ്റൊരാൾക്ക് ഡ്രൈവിംഗ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ സ്വന്തം മെഡിറ്റേഷനിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ, ധ്യാന മാർഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് ഡാൻസ് ചെയ്താൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഡാൻസും പാട്ടും കേൾക്കുമ്പോഴേ തലവേദന വരും. എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറയണേ, നല്ല ഡ്രം ബീറ്റുള്ള ഒരു സൗണ്ട് ഉള്ള മ്യൂസിക് കേട്ട് ഞങ്ങളൊക്കെ സൈലൻസ് മാസ്റ്റേഴ്സാണ്. വാട്ട് വി ടീച്ച് ഇസ് സൈലൻസ്. എൻ്റെ ഗുരുവൊക്കെ അവിടെ ആശ്രമത്തിൽ പോയിട്ട്
ഗുരുവിനെ കാണാൻ പോയാൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പല അബ്രോഡുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറേ യാത്ര ചെയ്തിട്ട് ഗുരുവിനെ കാണാൻ വരും. അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. സെക്രട്ടറി അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് എത്തണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു വിടും, ഇന്നാൾ വന്നിട്ടെന്നൊക്കെ പറയുമ്പോൾ ഗുരു പറയും ഒരു 10 ദിവസം സൈലൻസ് ആയിട്ട് ഇരുന്നിട്ട് വരാൻ പറയും. 10 ദിവസം മിണ്ടരുത്. പുതിയൊരു സ്ഥലത്ത് ഇവിടെ വരുന്നു, നിങ്ങൾ 10 ദിവസം എങ്ങനെ താമസിക്കണം? ആരോടും മിണ്ടാതെ. ഏറ്റവും വലിയ പണിഷ്മെൻ്റ് ആണ്. അതാണോ അല്ലയോ? പറ്റുമോ നിങ്ങൾക്ക്? അത്യാവശ്യമായിട്ടുള്ളത് എഴുതി കൊടുക്കാം. വാ തുറക്കരുത്. എഴുതുമ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൻ്റെ 100-1 കുറയും എഴുതുമ്പോൾ. ആണോ അല്ലയോ? എഴുതിയിട്ട് കൊടുക്കുക, അത് വായിക്കും. എന്നിട്ട് ആ 10 ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യമാണ്ട് ബൈ മിസ്റ്റേക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒക്കെ എല്ലാവരും അറിയും. ഉടനെ റിപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഗുരുവിൻ്റെ അടുത്ത്. സ്വാമി വേദഭാരതി ഇങ്ങനെയാണ്, നേരിട്ട് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാൻ വരാൻ പറയും. 10 ദിവസം കഴിഞ്ഞു കാണാം. അതിനിടയിൽ 2 പ്രാവശ്യം സംസാരിച്ചു എന്നാണ് അറിഞ്ഞത്. ഒരു 20 ദിവസം കൂടി പറയും. 400 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അതിനിടയിൽ 4 പ്രാവശ്യം വീണ് കാലൊടിഞ്ഞിട്ടുണ്ട്. അതാണ് ഡെഡിക്കേഷൻ. മനസ്സിലാവുണ്ടോ? അത്ര എളുപ്പത്താൻ പറ്റുന്നതല്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ ശീലിക്കണം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം മനുഷ്യൻ എന്താണെന്നറിയോ? സൈലൻസാണ്. ആ സൈലൻസ് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സൈലൻ്റായിട്ട് എത്തിക്കുമ്പോഴാണ് ധ്യാനത്തിലേക്ക് എത്താൻ പറ്റുക. എല്ലാ ദിവസവും കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് കൊടുക്കും. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവർ വരുന്നത് എല്ലാവർക്കും ഇല്ല. ഞാൻ പോയ ദിവസം നേരിട്ട് പോയി കാണാൻ പറ്റി. ചിലരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് കാണാം. ഇവരുടെ പ്രശ്നം അധികം സംസാരിക്കുന്നതാണ്, വേണ്ടാത്തടുത്ത് പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവേചന ബുദ്ധി. പലരും നമ്മൾ പറയേണ്ടടുത്തേ പറയാവൂ, പറയാണ്ടിരിക്കേണ്ടടുത്ത് പറയാണ്ടിരിക്കണം. ഭഗവാൻ കൃഷ്ണനും അങ്ങനെയാണ്. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ. എവിടെ എങ്ങനെ ആരോട് എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് ചിലയിടത്തൊക്കെ മിണ്ടാണ്ടിരിക്കണം. മൗനം വിദ്വാനുഭൂഷണം അല്ലേ? വിഡ്ഢിയുടെ ലക്ഷണം. അതെപ്പോഴാണെന്നറിയോ? 2 ഖലുക്കൾ യുദ്ധം ചെയ്യുമ്പോഴാണ്. 2 മണ്ടന്മാർ യുദ്ധം ചെയ്യുമ്പോൾ അതിനകത്ത് പോയിട്ട് ഇടപെടാണ്ടിരിക്കുന്നവനാണ് മൗനം വിദ്വാനുഭൂഷണം. ഈ കവിതയുടെ ഒരു ലൈനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിന് മുമ്പുള്ള 2 ലൈൻ പഠിച്ചിട്ടില്ല. 2 മണ്ടന്മാർ അടിപിടി കൂടുമ്പോൾ അതിനിടയിൽ പോയിട്ട് ഇടപെട്ട് പറയുമ്പോഴാണ് മൗനം വിദ്വാനുഭൂഷണം. ടെക്നിക്കാണ് സൈലൻസ്. ഗുരു പഠിപ്പിക്കുന്നത് ആകെ സൈലൻസ് ആണ്. കാരണം ഈ ധ്യാനത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം സൈലൻസ് ആണ് എന്നാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഉള്ളിൽ നമ്മൾ കേൾക്കും. അതാണ് ഈ ഇന്നലെ കമന്ന് കിടക്കാൻ പറഞ്ഞത്. കമന്ന് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ സൈലന്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രാണൻ കേൾക്കുന്നില്ല. നമ്മൾ പൂർണ്ണമായിട്ടും സൈലന്റ് ആകുമ്പോൾ നമ്മുടെ ടെമ്മി ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് ഡയഫ്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇവിടെ. ആ ഡയഫ്രം അപ്പ് ആൻഡ് ഡൗൺ പോകും. ഈ ടെമ്മി ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഡയഫ്രം മുകളിലേക്ക് പോകും. ഓക്കെ, നമ്മൾ ശ്വസിക്കുമ്പോൾ എന്ത് വരും? ഡയഫ്രം താഴത്തേക്ക് പോകും. അപ്പോൾ ടെമ്മി പുറത്തേക്ക് തള്ളും. അപ്പോൾ ശരിക്കും ശ്വസിക്കുമ്പോൾ ചെറിയ കുട്ടികൾ കിടക്കുമ്പോൾ അവരുടെ വയറ് നോക്കിയാൽ അറിയാം ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലേ? നമ്മുടേതോ അറിയണില്ല. നമ്മളതും ഉണ്ട്, അറിയാത്തതുകൊണ്ടാണ്. ആ ഡയഫ്രം മുകളിലും താഴത്തേക്കും പോകുന്നത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കമന്ന് കിടക്കുക. ആ കമന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ എവിടെ പോവും? ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് പോകും. ആ ഉള്ളിലേക്ക് ശ്രദ്ധ പോകുന്നതാണ് ധ്യാനം. ആ സമയത്താണ് എൻ്റെ ഹൃദയം എന്ത് പറഞ്ഞു? ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് എനിക്ക് വല്ല മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടായത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴാണ്. ആ 10 ദിവസം ഒരു ശല്യമില്ലല്ലോ. ജോലിക്ക് പോകണ്ട, വീട്ടിലെ പ്രശ്നങ്ങൾ അറിയണ്ട അല്ലേ? ഒരു മുറിയിൽ പൂർണ്ണമായിട്ടും കിടന്നുറങ്ങി ജനിച്ച പടി അതേപോലെയാണ്. നല്ല കുറേ നീം ട്രീയുടെ ലീഫ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടക്കും. ഒരു 10 പ്രാവശ്യം കുളിക്കും. ഒരു പാട് പോലും എൻ്റെ ദേഹത്തില്ല. എത്രത്തോളം ശുദ്ധമാകുന്നോ അത്രത്തോളം നമുക്ക് പാടില്ലാണ്ടിരിക്കും. നല്ല ഞാൻ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തു. അമ്മയുണ്ടായിരുന്ന കാലത്താണ്. ഒരിക്കലും എന്നെ വിളിക്കരുത്. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കഞ്ഞി വെക്കുക, പോവുക. ഞാൻ എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് തുറക്കും, അതെടുക്കും. ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി കുടിച്ചതാണ്. അമ്മ പറയും. എല്ലാ പ്രാവശ്യവും വിചാരിക്കും വിളിക്കരുന്നൊരു കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് വിളിക്കേണ്ടിരുന്നത്. നമുക്ക് വിശക്ക് പോലും ഇല്ല, നമ്മൾ അറിയില്ല. നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ എത്തുക. അണ്ടർസ്റ്റുഡ്? അങ്ങനെ നമുക്ക് നമ്മളിലേക്ക് തന്നെ പോകുന്ന സമയത്ത് നമ്മൾ വിശപ്പറിയില്ല, സമയം അറിയില്ല, ക്ലോക്കില്ല,
ഞാൻ ചിലയിടത്ത് കോഴിക്കോട് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് കോറിഡോറും റൂമുകളും എയർ കണ്ടീഷനും കർട്ടനും ഒക്കെ ആണല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാവരോടും വാച്ച് അഴിച്ചിട്ട് വെക്കാൻ പറഞ്ഞു പുറത്ത്. രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങി. ക്ലാസ് ഇങ്ങനെ പോയി ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ സമയമായി, ലഞ്ച് ബ്രേക്കാണ് ഇപ്പം. സമയത്രേ ശരിക്ക് 5 മണി. ലഞ്ച് ബ്രേക്ക് എപ്പോഴാണ് കൊടുത്തത്? 5 മണി 6 മണിയൊക്കെ ആയി. ഒരാൾക്കും വിശപ്പ് പറഞ്ഞിട്ടില്ല 6 മണി വരെ. നമ്മുടെ സാധാരണ അങ്ങനെയല്ല, ആണോ? 12 മണിയാകുമ്പോൾ തുടങ്ങും കാളാൻ, ഇല്ലേ? ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ പോയി 6 മണിയാകുമ്പോൾ നമ്മളെന്ത് പറഞ്ഞു? ലഞ്ച് ബ്രേക്ക്. നേരെ പോയത് പിന്നെ ഭക്ഷണം കൊടുക്കുന്ന വേറെ റൂമിലാണ്, വാഷ്റൂമിലാണ്. അവിടെ ഒന്നും ക്ലോക്കില്ല. അവരുടെയൊക്കെ ധാരണ തിരിച്ചു വരുമ്പോൾ എത്രയും കൃത്യം 2 മണിക്ക് എല്ലാവരും ഇവിടെ എത്തണം കേട്ടോ എന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ധാരണ 2 മണിയാന്ന്. വന്നാൽ എത്ര മണിക്ക്? 7 മണിക്കാണ് രാത്രി. മനസ്സിലാവുണ്ടോ? അതിനിടയിൽ ഒരു അമ്മ മാത്രം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവരോട് പോയിക്കൊള്ളാൻ പറയാൻ പറഞ്ഞു. അവരെ കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു വിട്ടിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഹോസ്റ്റലേഴ്സാണ്, അപ്പോൾ കുഴപ്പമില്ല, അവർക്ക് താമസിക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞു, നമുക്കൊക്കെ പോവാം. ഏതായാലും 5 മണിയായല്ലോ. എത്ര മണിക്കാണ് പറയുന്നത്? രാത്രി 1 മണിക്ക്. 24 മണിക്കൂർ 40. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകണോ? വല്ല കാര്യമുണ്ടോ? 1 മണിക്ക് പോകാൻ പറ്റില്ല എവിടെയും. അവിടെ തിരിച്ചു വന്നോളാൻ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം 10 മണി വരെ കഴിഞ്ഞിട്ട് ഞാൻ 10 മണിക്ക് അടുത്ത ക്ലാസ് പോയി. അങ്ങനെ 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുക? നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ആ ബോധത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരണം. ആ ബോധത്തിൽ നിന്ന് പുറത്ത് എപ്പോഴാണ് വരിക? നമ്മൾ യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇതിലേക്ക് എത്തും. ഈ ഞാൻ എന്തുകൊണ്ടാണ് ഹെഡിങ് നോക്കാൻ പറഞ്ഞത്? ധ്യാനം എന്ന് പറയുന്നതാണ്. ആ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയം അറിയില്ല, ഒന്നും അറിയില്ല. അറിയോ? ബോറടിക്കുമ്പോഴാണ് നോക്കുക. ഞാൻ പല സ്ഥലത്തും പ്രഭാഷണം നടത്തുമ്പോൾ പറയാം, 2 ആൾ വാച്ച് നോക്കിയാൽ ഞാൻ അപ്പം പ്രഭാഷണം നിർത്തും. എൻ്റെ അർത്ഥം എന്താ? അവർക്ക് ബോറടിച്ചു എന്നുള്ളതാണ്. ആണോ അല്ലയോ? സാധാരണ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഞാൻ ഏതോ ഒരു സ്കൂളിൽ, കണിയാഞ്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, എൻ്റെ നാട്ടിനടുത്തുള്ളതാണ്. കൊമേഴ്സ് വേണോ, സയൻസ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, എല്ലാവരെയും പിടിച്ചിരുത്താൻ പറഞ്ഞു. കാരണം എല്ലാ വിഷയവും നമ്മൾ എടുക്കുന്നതാണ്. അന്ന് നിലത്തൊക്കെയാണ് പിള്ളേരിരുന്നത്. എൻ്റെ നാട്ടിന് തൊട്ടടുത്താണ്. +1 +2. 9 മണിക്ക് തുടങ്ങി 2:30 നിർത്തിയത്. വെച്ച് മക്കളെ ഒരു കാര്യം ചെയ്യും, ഇപ്പം വീട്ടിൽ പോകാനുള്ള സമയമായി, പക്ഷെ ടിഫിൻ ബോക്സ് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകണം, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറയല്ലോ. കഴിക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം വീട്ടിൽ ബാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വഴക്ക് പറയും കഴിക്കാണ്ടിരുന്നതിന്. വിശക്കുന്നൊന്നുമില്ല പക്ഷേ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കാര്യം ചെയ്യും, അതുകൊണ്ട് കളഞ്ഞിട്ട് പോകും. കാരണം അവർ വിളിച്ച് നമ്മളെ വഴക്ക് പറയും, സ്കൂളിലേക്ക് വിളിച്ച് ഒരു കംപ്ലൈൻ്റ് ആവും, ലഞ്ച് ബ്രേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ യുക്തചേഷ്ടസ്യ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ സമയത്ത് നമ്മൾ എത്തുന്നതാണ് എന്ത്? ദുഃഖമില്ലാത്തൊരവസ്ഥ. അതാണ് സുഖം. നമ്മൾ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്നത് പോലും ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി, വീട്ടിൽ വൈഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? പിന്നെ ആർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി വെച്ചത്? തുടങ്ങോ ഇല്ലയോ? എന്നാ ശരി, നല്ല വിശപ്പുണ്ട് കേട്ടോ, വിശപ്പേ ഇല്ല, എന്നിട്ട് കഴിക്കും. ആർക്ക് വേണ്ടിയാണ് കഴിക്കണേ? അല്ലെങ്കിൽ കളയണ്ടേന്ന്. എന്താണ്? അപ്പോൾ കളയാണ്ടിരിക്കുന്നത് എവിടെ കളയണം? അപ്പോൾ ഇതാണ് ഡസ്റ്റ്ബിൻ പലരുടെയും. കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബാക്കി വന്നതല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ചെങ്കിലും എന്ത് ചെയ്യണം? കളയണം. കളയല്ല ചെയ്യുന്നത്. അതിനെന്താ പറയാ നമ്മൾ? ഭൂതബലി. എന്താ പറയാ? ഇല്ലേ? നമ്മൾ കളഞ്ഞാൽ ആരാ കഴിക്കണേ? അണ്ണാർക്കണ്ണം കഴിക്കും, എലി കഴിക്കും, ഇല്ലേ? പാറ്റയും ഒക്കെ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പം നമ്മൾ പട്ടിക്ക് കൊടുക്കുക, പൂച്ചക്ക് കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ ഭാഗമാണ്. അതിനൊക്കെ ഭൂതബലി വലിയൊരു ബലി ആയിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നമ്മൾ വേസ്റ്റിൽ കളഞ്ഞിട്ട് സോക്പിറ്റിൽ കളയുമ്പോഴാണ് അത് കളയുന്നതാവുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം? ആർക്കെങ്കിലൊക്കെ കൊടുക്കുക ഭക്ഷണം. അത് പ്രാണിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനൊക്കെ വീട് വെക്കുന്ന കാലത്ത് നമ്മളൊക്കെ വീട്ടുകളിൽ ഇപ്പോൾ ഒന്നുമില്ല, വെള്ളം പോലും തുറന്നു വെച്ചിട്ടില്ല. അപ്പം ഞാൻ വലിയൊരു ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് വെക്കും. എന്തിനാ? പട്ടി കുടിച്ചോട്ടെ, അണ്ണാർക്കണ്ണം കുടിച്ചോട്ടെ. ഇപ്പം ഒന്നും അണ്ണാർക്കണ്ണം കാണാനില്ല എവിടെ. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവർ കുടിക്കാനുള്ള വെള്ളമില്ല. എന്തുകൊണ്ടാണ് പട്ടി ഇത്രയും രൂക്ഷമായിട്ട് പെരുമാറുന്നത് നമ്മളോട്? അവർക്ക് വെള്ളം കൊടുക്കാത്തതുകൊണ്ടാണ്, ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളെല്ലാവരെയും നോക്കണം. ഭൂത അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അവർക്കൊക്കെ ഇഷ്ടമുള്ളത്. അടുത്ത ശ്ലോകം ഉദ്ധരേ. അപ്പോൾ ആ ശ്ലോകത്തിന്റെ റിലവൻസ് മനസ്സിലാവും, അത് കറക്റ്റാണോ എന്ന് മനസ്സിലാവും, അത് എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് മനസ്സിലാവും. അതല്ലാതെ നമ്മൾ വായിച്ചു പോകുമ്പോൾ എവിടെയാണെന്ന് തുടങ്ങിയതെന്ന് മറന്നുപോകും. ഇടയ്ക്കിടയ്ക്കേ ഹെഡിങ് വായിക്കണം. അത് ഏത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, കെമിസ്ട്രി ഫിസിക്സ് വായിക്കുമ്പോൾ ഞാൻ പറയും, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെഡിങ് വായിക്കുക, അത് ഇരുത്തുക, എന്നിട്ട് അത് എടുത്ത് വെച്ചിട്ട് അതാണ് ഞാൻ വായിക്കുന്നതെന്ന് ബോധം ഉണ്ടാവും.
അപ്പോൾ രസമായിരിക്കും അത്. പിന്നെ ഏതാ 35. ഒന്ന് വായിച്ചു. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാദി ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹമന്യേ വായോരിവ സുദുഷ്കരം. ആരാ പറയണത്? അർജുനാ പറയണത്. ഇതൊക്കെ പറയാൻ, ഈ ആത്മസംയമനം എന്നൊക്കെ പറയാൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ കഥയൊക്കെ ഇല്ലേ, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഏതുപോലെയാ? വായുവിനെ തടഞ്ഞ്, കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് പോലെ. വായോരിവ സുദുഷ്കരം. വായുവിനെ എന്ത് ചെയ്യുന്ന പോലെ? തസ്യാഹം നിഗ്രഹമന്യേ. വായുവിനെ നിഗ്രഹം ചെയ്യുന്നത് പോലെ, തടഞ്ഞു നിർത്തുന്നത് പോലെ എളുപ്പമാണ്. ആര്? നിങ്ങൾ പറയുന്നത് കേട്ടാൽ അത്രയും ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല. ചഞ്ചലം ഹി മന കൃഷ്ണ. മനസ്സെപ്പോഴും എങ്ങനെയാണ് എൻ്റെ കൃഷ്ണ? ചഞ്ചലമാണ്, ഞാൻ പിടിച്ചെടുത്ത് നിൽക്കണില്ല. അതുകൊണ്ടാണ് ഈ കടിഞ്ഞാൻ ആരുടെ കയ്യിൽ? ഭഗവാന്റെ കയ്യിൽ. മനസ്സ് ഏതുപോലെയാ? കുതിരകൾ പോലെ പല ഭാഗത്തേക്കും പോയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പ്രമാദി ബലവദൃഢം. മതിക്കണം, ഞാൻ നന്നായിട്ട് അതിനെ മതിച്ചെടുത്തിട്ട് ദൃഢമായിട്ട് ശക്തിയുള്ളതായിട്ട് ചെയ്യണം എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഏതുപോലെയാണ്? വായോ ഏവ ദുഷ്കരം. കാറ്റിനെ നിയന്ത്രിക്കുന്നത് പോലെ, പിടിച്ചു നിർത്തുന്നത് പോലെ, തടഞ്ഞു നിർത്തുന്നത് പോലെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ് എന്ത്? അസംശയം മഹാബാഹു. മഹാബാഹുവാണ് നീ, നല്ല കരുത്തുള്ള ആളാണ്. വേണമെങ്കിൽ എന്തിനേയും പിടിച്ചു നിർത്താം, കാറ്റിനെയും പിടിച്ചു നിർത്താൻ പറ്റുന്നത്. മഹാബാഹു ആണല്ലോ, സാധാരണ ബാഹു അല്ല നീ. നമ്മളെയൊക്കെ ബാഹുക്കളാണ്, മനുഷ്യന്മാരൊക്കെ ബാഹുക്കളാണ്. പലപ്പോഴും ഭഗവത്ഗീതയിൽ ബാഹു ബാഹു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ് കാണുന്നത്. മഹാബാഹു എന്ന് പറഞ്ഞാൽ ആരായി? അർജുനായി. മനോ ദുർനിഗ്രഹം ചലം. എങ്ങനെ പിടിച്ചു നിർത്തണം? മനസ്സുകൊണ്ട് ചലിക്കാതെ പിടിച്ചു നിർത്താം. നിഗ്രഹിക്കണം, മനസ്സുകൊണ്ടാണ് നിഗ്രഹിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ പറ്റുള്ളത്? അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസേനതു കൗന്ദേയ. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എപ്പോൾ പറ്റും? ഇന്നലെ മോനോട് പറഞ്ഞില്ലേ, ഇങ്ങനെ പിടിച്ച് കുത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്ത് ചെയ്താൽ മതി? കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? ഒരു 10-60 കൊല്ലം 5-8 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ലേ? മനസ്സൊക്കെ കടിച്ചാലിട്ടിട്ട് ആത്മീയതയിലേക്കൊക്കെ എത്താൻ എന്തെളുപ്പമാണ്. 18 ദിവസത്തെ കോഴ്സ് പറ്റില്ല. അല്ല 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 അല്ലല്ലേ അല്ല. നമ്മുടെ ഒരു പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളും എല്ലാ ഋഷിമാരും കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ഉണ്ടായി കുടുംബസ്ഥരായി നമുക്കൊക്കെ പറ്റുന്നതാണ്. അങ്ങനെയല്ല. നമ്മളിപ്പോ ധാരണ നമ്മുടെ പിന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെന്താണ് വാനപ്രസ്ഥം. അത് വ്യത്യസ്തമായ ധാരണകളും ദിവസങ്ങളൊന്നും അല്ല. കുറച്ച് സമയമെങ്കിലും നമ്മൾ ബ്രഹ്മചര്യത്തിലിരിക്കുമ്പോഴേ പഠിക്കാവൂ, ഗാർഹസ്ഥ്യത്തിലിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഗാർഹസ്ഥ്യത്തിലിരിക്കുമ്പോഴും കുറച്ച് പഠിക്കും, ഗാർഹസ്ഥ്യത്തിലിരിക്കുമ്പോഴും കുറച്ച് കാലം വാനപ്രസ്ഥത്തിലേക്ക് പോകും. കുറച്ച് സമയമെങ്കിലും നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് പോകും. നമ്മുടെയൊക്കെ പല ആചാരങ്ങളും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ശബരിമലക്ക് പോകുമ്പോൾ 40 ദിവസം? അത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ദിവസമെങ്കിലും നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചടങ്ങ് ഉണ്ടാക്കി മാറ്റും. ഗൃഹസ്ഥാശ്രമം എന്ന് വിട്ടിട്ടല്ല അവൻ ശബരിമലക്ക് പോകുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസമെങ്കിലും അങ്ങനെ ആവണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാനുള്ളതാണത്, അല്ലാണ്ട് ഓടിപ്പോല്ല. അത് നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ പിന്നെ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ പൂർണ്ണമായി ഈ പറഞ്ഞ ഒരു മോക്ഷ എന്നുള്ള ആ ഒരു അൾട്ടിമേറ്റിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു വൈരാഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെക്യൂർഡ് എൻവയോൺമെന്റിൽ നിന്ന് കടന്നു വന്നാൽ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ അത്രയും ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അർജുനും അങ്ങനെ പറയുന്നത്, അത്ര എളുപ്പമല്ലാന്ന്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഓട്ട മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ്. 24 മണിക്കൂർ ഓടിയിട്ട് പ്രാക്ടീസ് ചെയ്യണോ? ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കുറച്ച് സമയം ഓടി പ്രാക്ടീസ് ചെയ്യും, ബാക്കി സമയം റെസ്റ്റ് ചെയ്യും. ഞാൻ പഠിക്കുന്ന ഒരാളാണ് പരീക്ഷയ്ക്ക്. ആർക്കെങ്കിലും 24 hours പഠിക്കാൻ പറ്റും? പറ്റില്ല. എല്ലാത്തിനും നമ്മുടേതായ ഒരു സമയം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടചേതസ്യ. നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊന്നും
ഗൃഹസ്ഥാശ്രമിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ കഥകളൊക്കെ എന്നുള്ളതാണ്. കാരണം കൃഷ്ണനും അങ്ങനെയാണ്, അർജുനനും അങ്ങനെയാണ്. ആണോ അല്ലയോ? എല്ലാവർക്കും ഒരു വൈഫല്ല, കൃഷ്ണനൊക്കെ എത്രയോ. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ പരിഹസിച്ചിട്ട് പലരും പറയാറുണ്ടല്ലോ, ചൂടും പൂവിനു തല്ലുകൂടും ഇരുവർധാരങ്ങളും. 2 ഭാര്യമാരും പൂവിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ഈ പ്രശ്നം വരുന്നത് നമ്മുടെ ഈ പൗരാണിക കഥകളും നമ്മുടെ ഈ വേദങ്ങളും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി കുറേ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാ വെച്ചാൽ ആ ലെവലിൽ പഠിക്കുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പഠിക്കുന്ന സമയത്താണെന്ന് മനസ്സിലാവുക, നമ്മുടെ ഭഗവാന്മാരൊന്നും പ്രശ്നമില്ലാത്തവരായിരുന്നില്ല. അവരൊക്കെ എന്തിനാ മനുഷ്യരൂപത്തിൽ ഈ കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അതൊക്കെ ഉള്ള സമയത്തും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതല്ലാതെ അവർ ആ ഒരു ലെവലിൽ മാത്രം ചെയ്തിരുന്നതാണെങ്കിൽ നമ്മൾ ഉടനെ പറയും ഇതൊന്നും ഞാൻ വായിക്കേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ സന്യാസി ആകുമ്പോൾ പഠിച്ചാൽ പോരെ. അല്ല, ഗൃഹസ്ഥാശ്രമി ആവുമ്പോഴും ഭക്തിയുടെ എലമെന്റ്സ് ഒക്കെ മാറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഭഗവത്ഗീത മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് മഹാഭാരതം എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അത് ശരിക്ക് ഞാൻ പറഞ്ഞു, മഹാഭാരതം തുടങ്ങിയത് എവിടെയാ? പരീക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പരീക്ഷിത്ത് എന്ന് പറയുന്ന ഒരു രാജാവിന് അദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പുരാണങ്ങളും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഭഗവാന്മാർക്ക് വേണ്ടിയിട്ടും ഒരു ഭഗവാന്മാരുടെ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള പരീക്ഷത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയും പണ്ട് കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഗുണമുള്ളതായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുരുവും ഒരു ശിഷ്യനും പറഞ്ഞിട്ടുള്ള സംഭവം ആ ശിഷ്യൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ശങ്കരാചാര്യ എഴുതുന്ന സമയത്ത് ഇത് 100 ആൾ വായിക്കണം, എനിക്കൊരു മണ്ഡപം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. അദ്ദേഹം സൗന്ദര്യലഹരി എഴുതിയിട്ടുള്ളത് ദേവിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സൗന്ദര്യലഹരി എഴുതിയത്. നമ്മൾ ആ ലെവൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ലെവലിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയ ഒരു മാർക്കറ്റിംഗ് ടെക്നിക് അവർക്കൊന്നും അതുണ്ടായിരുന്നില്ല. ഒരു രാജാക്കന്മാരും ക്ഷേത്രം പണിതത് ആ രാജാക്കന്മാരുടെ ക്ഷേത്രം പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം, പ്രാധാന്യമുള്ളതാവണമെന്ന് അറിയാനല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതല്ല എന്ന്. ഒരാളിലും എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അടുത്ത കാലത്തൊരു കൊട്ടേഷൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ചിലർക്ക് തോന്നിയിട്ടുള്ള ഭ്രാന്താണ് ഇന്ന് നമ്മൾ വലിയതായിട്ട് ആഘോഷിക്കുന്നത്. ഏതോ രാജാവിന് ഇങ്ങനൊരു ക്ഷേത്രം പണിയണം എന്ന് രാത്രിയിൽ ഒരു സ്വപ്നം തോന്നി, അയാൾക്ക് തോന്നിയിട്ടുള്ള സംഭവം അയാൾ ഉണ്ടാക്കി വെച്ചതാണ്. അതുണ്ടാക്കാൻ വേണ്ടി എത്രയോ കാശ് മുടക്കാൻ അയാൾ തയ്യാറായിരുന്നു. അതൊന്നും അദ്ദേഹത്തിന് ഇന്ന് ചെയ്യുന്ന നമ്മുടെ രൂപത്തിൽ കുറെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്തത്. ഇന്ന് ചെയ്യുന്നത് ചിലപ്പോൾ പലതും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയ സത്യത്തെ അനുഭവിച്ച സുഖത്തിനെ മറ്റുള്ളവരുടെ എത്തിക്കാനായിട്ടുള്ള അത് പലപ്പോഴും നമ്മുടെ ഗുഹകളിലൊക്കെ താമസിക്കുന്ന പല ഗുരുക്കന്മാരുടെയും ഒന്നും ആഗ്രഹം അങ്ങനെ ചെയ്യാനായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത കുറേ കാലങ്ങളിൽ ആരും വായിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഭഗവത്ഗീതയൊക്കെ വായിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഇതൊന്നുമില്ല, അതൊന്നുമില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരിക്കലും ബ്രാഹ്മണിക്കലായിട്ടുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ശങ്കരാചാര്യ ചണ്ടാളിനെ കണ്ടിട്ടുള്ള കഥയൊന്നും എഴുതേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് നമ്മുടെ മലയാളത്തിൽ ചില ആൾക്കാരുണ്ട് അങ്ങനെ പ്രഭാഷണം നടത്തുന്നത്. അവരൊക്കെ ആദ്യം അറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഒരു ബ്രാഹ്മണൻ എഴുതിയിട്ടുള്ള കഥയായിട്ട് നമുക്ക് രാമായണത്തെയൊക്കെ എഴുതാമായിരുന്നു. എന്തുകൊണ്ടാണ് വാത്മീകി എന്ന് പറയുന്ന കാട്ടാളിനെ കൊണ്ട് എഴുതിപ്പിച്ചത്? എന്തുകൊണ്ടാണ് വ്യാസനെ കൊണ്ട് എഴുതിപ്പിച്ചത്? ഇവരൊന്നും ഉന്നത കുലജാതന്മാരായിരുന്നില്ല. അവരൊക്കെ ഏറ്റവും താഴേക്കടയുള്ളവർ ഈ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത് രാജാക്കന്മാരെ ഉയർത്തിക്കെട്ടിയിട്ട് തന്നെയാണ്. അതേതോ ബ്രാഹ്മണൻ എഴുതിയിട്ട് ചണ്ടാളിനെ എഴുതിയാന്ന് പറയിച്ചൊന്നുമല്ല. അങ്ങനെ അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ അവരെഴുതുന്ന കഥകളൊക്കെ അവരെഴുതിയിട്ടുള്ളത് അവരുടെ ജ്ഞാനം. നിങ്ങൾ പീറ്റർ ബ്രൂക്സിന്റെ മഹാഭാരതം ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് കാണണം. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളെ നമ്മളിപ്പം കായംകുളം കൊച്ചുണ്ണിയുടെ കഥ എഴുതുമ്പോൾ യഥാർത്ഥ കായംകുളം കൊച്ചുണ്ണിയുടെ കഥയല്ല എഴുതുക. ആ കഥാകൃത്ത് എഴുതുന്നത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അയാളുടെ സങ്കല്പത്തിൽ വരുന്നൊരു സംഭവം എഴുതുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അല്ല കാണുന്നത്, അദ്ദേഹത്തെ എഴുതുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിട്ടുണ്ട് നമുക്ക്. അവരൊക്കെ കവിതകൾ എഴുതിയതും കഥകൾ എഴുതിയതും ഇന്നത്തെ പോലെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇന്നതൊരു പ്രാക്ടീസായി മാറി എന്നുള്ളത് സത്യമാണ്.
പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളും, എത്രയോ ക്ഷേത്രങ്ങൾ, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ, ഒരു ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 100-ലധികം ക്ഷേത്രങ്ങളിൽ നേരിട്ട് പോയപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഒരു ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടി ചെയ്തില്ല. അവർ വളരെ റിച്ച് ആയിരുന്നു, ഹൈ ലെവലിൽ എന്ന് വെച്ചാൽ അവർക്കേ അത് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്തവർ പലരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അല്ല, അവർ പലതും ചെയ്തിട്ടുണ്ടാവും. ഈശ്വരനെ അറിഞ്ഞവർ എന്നൊരു പുസ്തകമുണ്ട്, വായിച്ചു നോക്കാം. ഇന്റഗ്രൽ പബ്ലിക്കേഷൻ, ഇന്നലെ ഞാൻ പറഞ്ഞ ശ്രീകാന്തിന്റെ പുസ്തകം, ഒരു പുസ്തകമാണ്, വലിയ പുസ്തകമാണ്. അതിനകത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈശ്വരൻ അറിഞ്ഞ കുറേ ആൾക്കാരുടെ കഥയുണ്ട്. അതെങ്ങനെ യാത്ര ചെയ്തിട്ട് ഓരോരാളോടും ചോദിക്കുന്ന ലോക്കൽ കഥകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭഗവാനെ, ഇവരൊക്കെ ശരിക്കും വലിയ ഔന്നത്യത്തിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ഈ വേഷം കെട്ടുകാരുണ്ടല്ലോ, അവരെയൊക്കെ നമ്മൾ തള്ളിപ്പറയുന്ന ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്, ആരും വായിക്കാറില്ല ഒന്നും. അതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഇന്നറിയുന്ന പ്രഗത്ഭന്മാരെന്ന് പറയുന്ന ഈ ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു 5-6 പേരുണ്ടല്ലോ, അല്ലേ? ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്നത് ഈ ഈശ്വരനെ അറിഞ്ഞവർ എന്നുള്ള ഇന്റഗ്രൽ പബ്ലിക്കേഷൻസ്, കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട്. രാമദാസ സ്വാമികൾ അവിടെ രാമനാമജപം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ അണയ്ക്കാത്ത തിരി തെളിയിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടും. ഉച്ചക്ക് പോയാൽ എല്ലാ ദിവസവും ഭക്ഷണമുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ആശ്രമത്തിലൊക്കെ, ഇഷ്ടംപോലെ പോയിട്ടുള്ള ആനന്ദാശ്രമത്തിൽ കാഞ്ഞങ്ങാട്. അവിടെയാണ് ഞാൻ യോഗ പഠിച്ചത്, ഫിസിക്കൽ യോഗ പഠിച്ചത് അവിടെയാണ്. 81 മുതൽ 84 വരെ ഞാൻ കാഞ്ഞങ്ങാടായിരുന്നു. 81 പഠിച്ചത് കാഞ്ഞങ്ങാട് കോളേജിൽ കുറച്ചു കാലം. അപ്പം നമ്മുടെ ധാരണ, നമ്മുടെ അറിവ് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം, അത് ഇന്നേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരു ധാരണയില്ല സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ, ഞാൻ ഡോക്ടർ TPS മെഡിറ്റേഷൻ മാസ്റ്ററാണ്, ഹിമാലയൻ ട്രഡീഷൻ. ആരെങ്കിലും പഠിപ്പിച്ചത്? ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ക്യാമ്പൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും മെഡിറ്റേഷൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ ഞാൻ പഠിപ്പിക്കാറില്ല, ഞാൻ സമാധി പഠിച്ചത് പഠിപ്പിക്കാം. നിങ്ങളെല്ലാവരും മുകളിൽ പോയിട്ട് കുഷ്യനൊക്കെ എടുത്തിട്ട് എല്ലാവരും മുകളിൽ പോയിട്ട് കവന്ന് കിടക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. 10 മിനിറ്റ് ഞാൻ പോവില്ല. എന്തിനാ അറിയോ? ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വർത്താനം പറയും. ഒന്ന് തീർന്നു കഥ, നിങ്ങൾ എലിജിബിൾ അല്ല ഇപ്പം. ആ ബാച്ചിൽ ഒരാൾക്കും പിന്നെ പഠിപ്പിക്കില്ല. ഒരു ടെസ്റ്റ് കൊണ്ട് തീർന്നു, നിങ്ങൾ എലിജിബിൾ ആണോ പറയാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങൾക്ക് 10 മിനിറ്റ് ഞാൻ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ, ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കലബല വർത്തമാനം പറയാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ എന്തിനും എലിജിബിൾ അല്ല. ഇതൊക്കെയാണ് നമ്മൾ ഡിസിപ്ലിൻ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള പിള്ളേർ എൻ്റെ അടുത്ത് ക്യാമ്പിന് വരും. ഓക്കെ, ചിക്കൻ ഉണ്ടായാലേ കഴിക്കുള്ളൂ, ചപ്പാത്തി കഴിക്കില്ല. അല്ലെങ്കിൽ എന്നാൽ ശരി മോനെ, പോയി കിടന്നുറങ്ങിക്കോ. കഴിക്കില്ല അല്ലേ പറഞ്ഞത്? കിടന്നുറങ്ങിക്കോ. രാത്രി 11 മണിയാകുമ്പോൾ വന്നിട്ടൊരു വല്ലതും കഴിക്കാത്തൊരു വിശക്കണം. മോനെ കിച്ചൺ അടച്ചു കഴിഞ്ഞു, ഇനി നാളെ രാവിലെ വല്ലതും കിട്ടിയാൽ കഴിക്കാത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പുട്ടും കടലയായിരിക്കും. അവൻ കഴിക്കുന്ന പടം എടുത്തിട്ട് അമ്മ കഴിച്ചു കൊടുത്താൽ പറയും, എൻ്റെ മകൻ പുട്ടും കടലയും കഴിക്കുക, രാവിലെ പിസ മാത്രം കഴിക്കുന്ന ആളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും കഴിച്ചില്ല. നിങ്ങൾ നിർബന്ധിച്ചോണ്ടാണ് കഴിക്കാത്തത്. വിശക്കുമ്പോൾ നിർബന്ധിക്കാതെ കഴിക്കുമല്ലയോ? പലരും പറയും, എൻ്റെ മോൻ ചിക്കൻ ഇല്ലാണ്ട് കഴിക്കുകയില്ല. ജനിക്കുമ്പോഴേ ചിക്കനും കൊണ്ടല്ലേ വയറ്റുനിന്ന് വന്നത്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ളവരിൽ അങ്ങനെയൊക്കെയാണ് ധരിക്കുന്നതാണ്. അപ്പം നമുക്ക് ചിന്തിച്ചാൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ലോകത്തുള്ള ഒരാൾക്ക് അങ്ങനെ എൻ്റെ മകന് പിസ അല്ലാണ്ട് കഴിയും, അത് നമ്മൾ വിചാരിക്കുന്നതാണ്. ആ ലെവലിൽ ആലോചിക്കുമ്പോൾ എത്ര എളുപ്പമെന്നറിയത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? അർജുനൻ പറയുന്നത് കാറ്റ് പോലെ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വരണം. ഭാര്യ ഉപേക്ഷിച്ച് വന്നിട്ട് എന്താ കാര്യം? ചിന്താഷ്ടയ ശാവള പോലെ എല്ലാം ഉപേക്ഷിച്ചാലും ചിന്ത എവിടെയായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വാനപ്രസ്ഥല്ല, വനപ്രസ്ഥാണ്. ഒന്നും ഉപേക്ഷിക്കാണ്ടും ഇതിനിടയിൽ എനിക്ക് എന്തുപോലെ ജീവിക്കാൻ പറ്റും? വായു ഇടയിലൊക്കെ ഉള്ളതുപോലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിലും ഒന്നൊന്നും എൻ്റെ ഭാഗമല്ല എന്ന് നമുക്കറിയാൻ പറ്റുമ്പോഴാണ്. അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ്. സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് സാധിക്കണം? അസംശയം എന്നാണ് ഞാൻ പറയുന്നതല്ല, ഭഗവാൻ പറയുന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരാണ് അസംശയം മഹാബാഹു. എനിക്ക് നല്ല ശക്തി ഉണ്ടല്ലോ മോനെ, അതുകൊണ്ട് പറ്റും. മനോ ദുർനിഗ്രഹം ചലം. കൃത്യമായിട്ട് പറ്റും. നല്ല എഫേർട്ട് എടുക്കണം എങ്കിൽ പറ്റും. അഭ്യാസേന തു കൗന്ദേയ. പ്രാക്ടീസാണ് ചെയ്യാൻ സാധിക്കും. പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. വൈരാഗ്യേണ ച ഗൃഹ്യതേ. വൈരാഗ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ച ഗൃഹ്യതേ. ഉറപ്പായിട്ടും ഗ്രഹിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സാധിക്കുമോ എന്നുള്ളതിന് ഉത്തരം കിട്ടിയില്ലേ? എല്ലാവർക്കും പറ്റുമോ എന്ന് വെച്ചാൽ മെനക്കെടണം, എന്നാലേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ പറ്റില്ല. വിഷയപ്പോട് ഓടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. നല്ല നമ്പ്യാർ വേണം കൂടെ. അതൊക്കെ അതിലേക്കുള്ള വഴിയാണ്. പക്ഷെ ആ LKG മാത്രം പോരാ, PG എത്തണം. ഒരേ രാമ 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 എന്ന് ചോദിച്ചാലും മതി. അങ്ങനെ മോട്ടം കിട്ടിയവരുണ്ട്. പക്ഷെ അത് മനസ്സിരുത്തിയാണ് ചോദിച്ചത്. പണ്ട് പറയാറുണ്ട്, വിശ്വാസം കൊണ്ട് എനിക്ക് മല മാറ്റാൻ പറ്റുമെന്ന്. പറ്റും. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായ വിശ്വാസമാണ്. എന്ത് ചെയ്യണം? ആ മല മാറണം, ഈ മല ഇപ്പുറത്തേക്ക് പോകണം, ഈ മല ഇപ്പുറത്തേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്ര കാലം പ്രാർത്ഥിക്കണം അതെനിക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കതിന് ക്ഷമയുണ്ടോ എന്നുള്ള ചോദ്യം ഇല്ല. അതുകൊണ്ടാണ് നടക്കാത്തത്. ആണ് 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 കൃത്യമായിട്ടും ഇഗ്നോറൻസ് ഈസ് ബ്ലിസ്. ഒരു കഥയുണ്ട് അങ്ങനെ. ഒരു സപ്താഹം പറയുന്ന ഒരാള് ഈ ഭഗവാനെ വർണ്ണിക്കുന്ന സമയത്ത് എല്ലായിടത്തും ആഭരണങ്ങളാണല്ലോ വർണ്ണിക്കുന്നത്, അല്ലേ? അതൊരു കള്ളൻ കേട്ടു. കള്ളന് ഭഗവാനൊന്നും അറിയില്ല, പക്ഷെ ബ്ലൈൻഡാണ്, ഒരു വിവരമില്ലാത്ത ഒരാളാണ്. ഇത്രയും ആഭരണങ്ങളുള്ള ഒരാളുടെ കഥ പറയുന്നുണ്ടല്ലോ. ആരാ പറയണേ? സപ്താഹം പറയുന്ന ആളാണ്. സപ്താഹം കഴിഞ്ഞിട്ട് അയാൾ പുറത്ത് വന്ന സമയത്ത് ഒരു കത്തി എടുത്തിട്ട് പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഒരാളുടെ കഥ പറഞ്ഞിട്ടില്ലേ, അയാളുടെ വീട് എവിടെയാണ്, അഡ്രസ്സ് എവിടെയാന്ന് ചോദിച്ചു. അഡ്രസ്സ് എവിടെയാന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളില്ല, ഇത് കഥയാ, ഇത് വെറുതെ പറയുന്നതല്ലേ. അത് തട്ടിപ്പാ. കാരണം നിങ്ങൾ പറയണത് കേട്ട കറക്റ്റായിട്ട് എല്ലാ സംഭവങ്ങളും ഇല്ലേ, പറഞ്ഞില്ലെങ്കിൽ ഇപ്പം കാച്ചിക്കളയുന്നു. അപ്പം പറഞ്ഞു, നേരെ ഈ വഴി അങ്ങോട്ട് പോയാൽ വലിയൊരു ഇടവഴി കാണും. അപ്പോൾ ഒരു വലിയ മതിൽ കാണും. അത് ചാടിക്കടന്നാൽ അതിനകത്ത് വലിയൊരു മതിൽ കാണും. അതും ചാടിക്കടന്ന് അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീട് പോലെ തോന്നും, പക്ഷെ അതിനകത്ത് ഇയാൾ ഇരിപ്പുണ്ട്. അതെവിടെയാ? അടുത്ത വീട്ടിൽ കൃഷ്ണന്റെ അമ്പലത്തിലാണ് പറഞ്ഞത്. ഇയാൾ ഇതൊക്കെ ചാടിക്കടന്നപ്പോൾ ശരിയാ, എല്ലാം വലിയ ഇതുകൊണ്ടൊക്കെ അടച്ചു പൊട്ടിയിരിക്കണേ. അതൊക്കെ കുത്തിപ്പൊളിച്ചകത്ത് കടന്നപ്പോൾ സർവാഭരണഭൂഷിതനായിട്ട് ആര് നിൽക്കുന്നു? ഭഗവാൻ. എല്ലാം അഴിച്ചു താടാ, അല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയും. ഭഗവാൻ എല്ലാം അഴിച്ചു കൊടുത്തു. ഇതൊക്കെ കെട്ടിയിട്ട് തിരിച്ച് ഭഗവാൻ, ഈ കള്ളൻ ആരെടുത്ത് പോയി? സപ്താഹം പറഞ്ഞ അടുത്ത് പോയി. സാധാരണ 30% കമ്മീഷൻ ഞാൻ കൊടുക്കാറുള്ളതാണ്, ഇത് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇത്രയും കാലം കഥ പറഞ്ഞിട്ടും എനിക്ക് ആരെ കാണാൻ സാധിച്ചിട്ടില്ല? ഭഗവാനെ. ഇത് ഒരു പ്രാവശ്യം ഒരു കള്ളന് കൃത്യമായിട്ടും ബ്ലൈൻഡ് ആവണം ഭക്തി. അതിനിടയിൽ നമ്മൾ കണ്ണൊന്ന് തുറന്നു നോക്കിയിട്ട് മാറുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ മല അവിടെ തന്നെ കിടക്കും. അല്ല, ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ള ധാരണ, സയന്റിഫിക് എന്നുള്ള അർത്ഥം നമ്മൾ എല്ലാ കാര്യങ്ങളെയും യുക്തിയുക്തമുപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാതപി എന്ന് യുക്തിയോടുകൂടി നോക്കണം എന്നാണ്. യുക്തി എന്തിലില്ല? അമ്മയുടെ സ്നേഹത്തിൽ എനിക്ക് യുക്തിയില്ല. യുക്തിയോടുകൂടി പറയാൻ പറ്റുമോ അമ്മയുടെ സ്നേഹം? കഞ്ഞിയുടെ ടേസ്റ്റ് യുക്തിയോടുകൂടി പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ടേസ്റ്റ് അതാണ്, അതുകൊണ്ട് ഞാൻ കാണുന്നതാണ്. അമ്മയുടെ സ്നേഹം ഞാൻ കാണുന്നതാണ്, അനുഭവിക്കുന്നതാണ്. അതിൽ യുക്തിയില്ല. അതുകൊണ്ട് യുക്തിരഹിതമായിട്ടുള്ളതിൽ പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. എല്ലാവർക്കും അതുണ്ടാവില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്ന ആ സംഭവങ്ങൾ എനിക്ക് മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ ഭക്തി എന്ന് പറയുന്നതും ദയ എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും ലയം എന്ന് പറയുന്നതും, നല്ല പാട്ട് കേട്ട എന്താ സുഖം എന്ന് പറയുന്നത്, എല്ലാവർക്കും ആ പാട്ട് കേട്ടാൽ സുഖം ഉണ്ടാവണമെന്നില്ല. അപ്പം എൻ്റെ കുഴപ്പമാണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെയാണ് എന്ത് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ബുദ്ധിമുട്ടാണ് പറഞ്ഞ് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. സാക്ഷാത് അനുഭവമായിരുന്നു. പിന്നെ ഉള്ളത് 47-ാമത്തെ ശ്ലോകം. 46 ഒക്കെ നല്ലതാട്ടോ. അവസാനത്തെ ശ്ലോകം, ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. എൻ്റെ ശത്രു എൻ്റെ അടുത്തുള്ളതാണ്. എൻ്റെ ഡൈനാമിക്കായിട്ടുള്ള എൻ്റെ മനസ്സും വളരെ സ്റ്റാറ്റിക്കായിട്ടുള്ള എൻ്റെ ബുദ്ധിയും രണ്ടും തെറ്റാണ്, രണ്ടും ശരിയുമാണ്. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആത്മാവാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ആത്മീയ പുരുഷനാവണമെങ്കിൽ, ധ്യാനത്തിലെത്തണമെങ്കിൽ മനസ്സുമല്ല വർക്ക് ചെയ്യേണ്ടത്, ബുദ്ധിയല്ല വർക്ക് ചെയ്യേണ്ടത്. എന്ത് വർക്ക് ചെയ്യണം? ആത്മാവ് വർക്ക് ചെയ്യണം. ആത്മാവിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കുണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ആൾക്കാരുടെ കൂടെയുള്ള സംസർഗം, അതാണ് സത്സംഗം എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മേൽക്ക് മേൽ ഉയർച്ചയിലേക്ക് പോകുന്നതാണ്.
പിന്നെ പതിനേഴ് കഴിഞ്ഞില്ലേ? 20 ഓക്കെ ചൊല്ലു. ശനൈ ശനൈ. എന്താ ശനൈ എന്ന് പറഞ്ഞാല്? പതുക്കെ 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 പതുക്കെ. എങ്ങനെയാ പതുക്കെ പതുക്കെ പോവാ? പട്ടി നടക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് ശുനൈ എന്നുള്ള പേര് വരുന്നത് തന്നെ പതുക്കെ നടക്കുന്നതുകൊണ്ടാണ്. പട്ടി പതുക്കെ നടക്കും, ഓടുമ്പോഴേ ഫാസ്റ്റായിട്ട് നടക്കുള്ളൂ. ശുനപാകം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നടക്കുന്ന സ്വഭാവമാണ്. ഇപ്പൊ ശനൈ ശനൈ എന്താണ് ചെയ്യേണ്ടത്? പരമേത് ശനൈ രൂപ രമേത്. ഏത് തരത്തിൽ വേണം? അത്തരത്തിലുള്ള നിവർത്തിക്കുന്ന ജനങ്ങള് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ. ധൃതി, ധൃതി എന്ന് പറഞ്ഞാൽ എന്താ? വേഗം, ധൈര്യം ഒക്കെ ധൃതിയാണ്. നല്ല ഉറപ്പുള്ള ഒരു വ്യക്തി. ഗൃഹീതയാ ബുദ്ധ്യ. എന്താണ് ഗൃഹീതയ? നല്ല ധൈര്യത്തോടു കൂടിയുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ. ആത്മസംസ്ഥം മനഃകൃത്വ. എങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്യുക? ആത്മാവിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള സംസ്ഥിതമായിട്ടുള്ള മനസ്സ് കൃത്വ. ആ മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നതൊക്കെ, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ എൻ്റെ എന്താണ്? റാമാണോ റോമാണോ? സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതൊക്കെ സോഫ്റ്റ്വെയർ മെമ്മറിയാണ്, സോഫ്റ്റ് മെമ്മറിയാണ്. അത് റാമാണ്. പക്ഷെ അത് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ ആത്മാവിന് ശക്തിയില്ല. ഏതിലൂടെ പോകണം? മനസ്സിലൂടെ. അവിടത്തേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് മനഃകൃത്വ, ചെയ്യിപ്പിക്കുന്നതൊക്കെ മനസ്സാണ്. കശ്ചിദപി ചിന്തയേത്. ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്തുപയോഗിച്ചിട്ടാ? മനസ്സുപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാ അതിൻ്റെ നിബന്ധിതമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? ആത്മാവിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞത് ആത്മീയ പുരുഷനായിട്ട് പറഞ്ഞു. ഈ ഭഗവത്ഗീതയിൽ ഒരു ബെസ്റ്റ് ശ്ലോകം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്തിനുള്ളതാ? ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഉദ്ധരേത് ആത്മനാത്മാന എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഇതൊക്കെ കാണുക. അത് തന്നെയാണ് എന്ത്? ഇഷ്ടചേതസ്യ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടമുള്ളതല്ല ചെയ്യേണ്ടത്, എൻ്റെ ബുദ്ധിക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യേണ്ടത്. ഏത് ലെവലിലേക്ക് പോകണം? എന്താണോ സ്ഥായിയായിട്ട് എനിക്ക് സുഖം തരുന്നത്. അപ്പൊ സുഖത്തിലല്ല വേണ്ടത്. എനിക്ക് എന്താ വേണ്ടത്? പൂർണ്ണമായിട്ടും സുഖം തരുന്ന അവസ്ഥ. നല്ല കംഫർട്ടബിൾ ചെയറാണ്. എന്താ കാരണം? ചെരിഞ്ഞു ചാരിയിരിക്കാം. പക്ഷെ കുറച്ച് സമയം കംഫർട്ടബിൾ ഉള്ളൂ, പിന്നെ കംഫർട്ടബിൾ ആവും അത്. ഓക്കെ. ഇപ്പൊ സ്ട്രെയിറ്റ് ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ഇരിക്കാൻ പറ്റുക. പക്ഷെ ആ ഇരിക്കുന്ന സ്വഭാവം സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ അതിനുള്ള ഗുണം നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ താൽക്കാലികമായിട്ടൊരു അസ്വസ്ഥത തോന്നിയാലും കുറേ കാലത്തേക്ക്, താൽക്കാലിക സുഖമല്ല നോക്കേണ്ടത്, പെർമനന്റ് ആണ് നോക്കേണ്ടത്. ഇല്ലേ? എവിടെയെങ്കിലൊക്കെ ചൊറിയാൻ തുടങ്ങുമ്പോൾ എന്ത് സുഖമായിരിക്കും? പക്ഷെ ആ സമയത്തേ സുഖം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നും. ഇല്ലേ? അതാണ് നോക്കേണ്ടത് അർത്ഥം. മൈൻഡ് കൺട്രോൾ, മൈൻഡ് മാനേജ്മെന്റ്, അങ്ങനെ പറയാം. തൽക്കാലം ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒന്ന് മാനേജ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നില്ല. അങ്ങനെ തോന്നാത്ത എന്ത് സംഭവം ചെയ്താൽ ആത്മാവിൽ നിന്ന് വരുന്നതെന്ന് ഉറപ്പാണ്. എന്താണ് തെറ്റ്, എന്താണ് ശരിയെന്നൊന്നും ലോകത്തില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? കുറ്റപ്പെടുത്തരുത്. ഞാൻ ഐ വാസ് റൈറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. പിന്നെ 29 സർവഭൂതസ്ഥ ആത്മാനം സർവഭൂതാനി ചാത്മനി. ഒരു ആത്മ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു ആത്മാ ലെവലിൽ ജീവിക്കുന്ന ഒരു ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് എന്താവും? എല്ലാ ലോകത്തിലും നടക്കുന്നതും അയാൾക്ക് ഇക്വലന്റ് ആയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളാവും. സർവബ്രഹ്മമായിട്ട് തോന്നുമെന്നർത്ഥം. ഒക്കെ പുതിയതായിട്ട് തോന്നും. കാരണം എൻ്റെ ബുദ്ധി എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ പണ്ട് ചെയ്തതാന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. ആരുടെ ആഗ്രഹം കൊണ്ടാ? ബാക്കിയുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും? എല്ലാം പുതിയതായിട്ട് വരും. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോഴാണ് എല്ലാം പഴയതാണെന്ന് തോന്നും. ബോറടിക്കുന്നതുകൊണ്ട്. ഒരു ആത്മജ്ഞാനിക്ക് ബോറടിക്കില്ല. എല്ലാം പുതിയതാണ്. സർവഭൂതാത്മനാത്മാനം എന്താണ്? ഏത് തരത്തിലാവണം? സർവ സമദർശിതനാവണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ്. സർവഭൂതസ്ത്വം,
എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. യോഗയുക്താത്മാ എന്നാണ് പറയുക. ആത്മാവ് യോഗയുക്തനായി എന്ന് പറഞ്ഞാൽ എന്തായി? യോഗിയായി, ആരൂഢനായി. അവിടെ ഏത് ലെവലില്? യോഗ പഠിച്ച് ഭഗവാനുമായിട്ട് ജോയിൻ ചെയ്യുന്ന യോഗയിലേക്ക് എത്തി. അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാൻ. ഭഗവാൻ ആരാണ്? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന സങ്കല്പമാണ് ഭഗവാൻ. അപ്പം ഞാൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ളവർക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താലും ആർക്ക് വേണ്ടി ചെയ്യണം? കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രാജ്ഞ തദൈവം ഈശ്വര പൂജനം. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നതൊക്കെ ഈശ്വര പൂജയാണ്. അതൊക്കെ നല്ല കർമ്മങ്ങളാണ്, അതൊക്കെ ആത്മീയ കർമ്മങ്ങളാണ്. സർവത്ര സമദർശനഃ, എല്ലാത്തിനെയും എവിടെയും ഒരേപോലെ കാണാൻ സാധിക്കുന്ന, സർവഭൂതാനി ആത്മാനി എന്നാണ്. എല്ലാ ഭൂതങ്ങളിലും ആ ആത്മാവിനെ, ആ ഭഗവാനെ ഞാൻ കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ മാറും. അതാണ് ഏറ്റവും നല്ല സങ്കല്പം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കൾ എന്ന് പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മതി. ഏത് മക്കൾക്കാ? എല്ലാവർക്കും വേണ്ടിയിട്ട്. മനസ്സിലായോ? എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനുണ്ട്, എല്ലാവരെയും മോനെന്നാ വിളിക്കുക. കളക്ടറെയും മോനെന്നാ വിളിക്കുക, SP-നെയും മോനെന്നാ വിളിക്കുക. ആരായാലും മോനാ. എന്ത് രസമാണെന്നറിയോ വിളിക്കും. എന്താ മോനെ? എന്ത് അടിപിടി കൊണ്ട്. പണ്ട് ഞങ്ങൾക്കായിരുന്നു റവന്യൂവും അതുപോലെ പണിഷ്മെൻറ്റിനുള്ള അധികാരം, പോലീസിങ്ങും. അപ്പോൾ രണ്ടുപേരും അടിപിടിയൊക്കെ കൂടി, എന്താ മോനെ, എന്തിനാ നീ ഈ മോനെ അടിച്ചത്? ഇപ്പോൾ രണ്ടും ഇയാളുടെ മോനായി. ആണോ അല്ലയോ? ഏത് വടി കൊണ്ടാണ് അടിച്ചത്? അപ്പോൾ വലിയ കമ്പിപ്പാരിയൊക്കെ ആയിരിക്കും. അതിവിടെ വെച്ചിട്ട് രണ്ടാളും പോയിക്കോന്നു. തീർന്നു കഥ. ആ വെളിയിൽ തീരും. മനസ്സിലാവുണ്ടോ? അത് വലിയൊരു അനുഭവമാണ് അങ്ങനെ വിളിക്കാൻ പറ്റുക എന്നുള്ളത്. എന്നെ വിളിക്കും ഇടയ്ക്ക്, ഒരു മാസം കൂടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം വിളിച്ചു. എന്താ മോനെ നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്നാ വെക്കട്ടെ എന്ന്. അപ്പോൾ എന്തിനാ വിളിച്ചത്? അല്ല, ഞങ്ങൾ കൂറ്റ് എന്നാ പറയുക. എന്താ പറയുക? ശബ്ദത്തിന് എന്താ പറയുക? കൂറ്റ് എന്നാ പറയുക. നിന്റെ കൂറ്റ് കേൾക്കാൻ വിളിച്ചതല്ലേ. ഞങ്ങളുടെ ഭാഷയിൽ അങ്ങനെയാണ്. കൂറ്റ് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വിളിച്ചത്, അത്രേ ഉള്ളൂ. ആ ശബ്ദം കേൾക്കുമ്പോൾ ഏട്ടൻ അറിയാം ഞാൻ സ്വാസ്ഥ്യത്തിലാണ്, കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. ഇനി ഈ ശബ്ദത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? എന്താ പറ്റിയേ ചോദിക്കും. അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ചേട്ടന്. മനസ്സിലാവുണ്ടോ? അതാണ് അതൊരു വലിയൊരു കഴിവാണ്. ഓരോരാളെയും അങ്ങനെ കാണാൻ പറ്റുക എന്നുള്ളത് ആ അവസ്ഥയിലാണ്. സർവത്ര സമദർശനഃ എന്നാണ് അല്ലേ? യതിയുടെയൊക്കെ നല്ല കഥയുണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു, പക്ഷെ എനിക്കത് പറ്റുന്നില്ല എന്ന് യതി തന്നെ പറയും പലപ്പോഴും. യതിയുടെ യാത്ര എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം. അസൽ പുസ്തകമാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത്, പണ്ട് കാലത്ത് ഡൽഹിയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ചെന്നൈയിൽ വന്ന് ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂരൊക്കെ പോകണമല്ലോ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കയറുന്ന സമയത്ത് ഇന്നത്തെ പോലെ അല്ലല്ലോ. പണ്ട് ഏതോ ഒരു സന്യാസിയായിട്ട് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് പറയും, ചെന്നൈയിൽ ഒന്ന് കളക്ട് ചെയ്യാൻ വരും, ഈ കുട്ടിയെ ഒന്ന് കൂടെ കൊണ്ടുപോകണമെന്ന് പറയും. സമദർശന എന്നൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ ഒരു സൗന്ദര്യമുള്ളൊരു കുട്ടീനെയും കൊണ്ട് ഞാൻ പോയാൽ ബാക്കിയുള്ളവർ ഈ സന്യാസി എന്തിനാ ഈ പെണ്ണിനെയും കൊണ്ട് പോകണമെന്ന് ചോദിക്കില്ലേ? അയാൾക്ക് വലിയ ടെൻഷനാവുള്ളൂ. എന്നിട്ട് പറയാം, ഭഗവത്ഗീത എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സമദർശന. ഇതൊക്കെ ഇദ്ദേഹം എഴുതുകയാണ്. ഈ ഉള്ളിലുള്ള മനസ്സൊക്കെ തുറന്ന് എഴുതാനുള്ള ഒരു ഭംഗി വേണ്ടേ? അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ചെന്നൈയിലെത്തുമ്പോൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും പിക്കപ്പ് ചെയ്യാൻ. എന്നിട്ട് ഈ ഗേറ്റ് പിന്നെ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ പറയാം, ഇയാൾ വേറെ ഞാൻ വേറെ എവിടെയെങ്കിലും ഇരുത്തിക്കോളാൻ. ഇത് തോന്നുന്നത് അങ്ങനെ തന്നെ എഴുതുന്നത്. അദ്ദേഹം തന്നെ അസലായിട്ട് എഴുതുന്നത്. ഈ ഫോറിൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ പെൺകുട്ടികളൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്ന്. ആരാ പറയുന്നത്? സാമിയ പറയണേ. മനസ്സിലാവുണ്ടോ? അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ആര്? യതി. വായിക്കണം. യാത്ര വായിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് സ്വാമിമാരിലൊക്കെ. ഒരു അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും പോകുന്ന സമയത്ത് ഒരു പെണ്ണിനെടുത്തിട്ട് ഗുരു കടത്തുന്ന കഥ പറയാറുണ്ട്. ചിന്മയസ്വാമി പറയുന്ന കഥയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, അന്ന് 4-5 ദിവസം മുമ്പല്ലേ, ഞാൻ അപ്പോഴേ അവിടെ ഇറക്കി, നിങ്ങളല്ലേ ഇപ്പോഴും ഇറക്കാണ്ട് കൊണ്ട് നടക്കണം. മനസ്സിലാവുണ്ടല്ലോ? ആ പക്വത നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സമദർശന. എല്ലാം ഒരേപോലെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു കഥയാണ്. അതാണ് ഏത്? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കുമ്പോണ്ടല്ലോ എന്ത് ചെയ്യണം നിങ്ങൾ തിരിച്ച്? അധ്യായം എന്താ? അധ്യായം ആത്മ സംയമന യോഗം, ധ്യാനയോഗം. മനസ്സിലാവുണ്ടോ? അതാണ് ആത്മസംയമനം. ആത്മസംയമന യോഗം, ധ്യാനയോഗം എന്ന് ഇടയ്ക്കിടയ്ക്കേ വായിക്കാം ഓരോ ശ്ലോകം കഴിയുമ്പോൾ.